പുതിയ നിയമത്തിലെ എല്ലാ കൃപകളും ചോദിച്ചാ മതി. തലകുത്തി മറിയൊന്നും വേണ്ടാന്ന്, ഒരുപാട് മെനക്കെടണ്ടാന്ന്, അടയിരുന്ന് ചോദിച്ചാ മതി, വിശ്വസിച്ച് ചോദിച്ചാ മതി. 1 കൊരിന്ത്യർ 10:1 മുതൽ, സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ആത്മീയ ശില ക്രിസ്തുവാണ്. മനസ്സിലായോ? ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ജനം വെള്ളം കുടിച്ച ഈ പാറ ആരുടെ പ്രതീകം, ആരുടെ അടയാളം, ആരുടെ നിഴൽ? ആരുടെ നിഴൽ? യേശുവിന്റെ. അപ്പൊ ജനത്തിന് വെള്ളം കൊടുത്ത പാറ യേശുവാണെങ്കിൽ ആ വെള്ളം എന്തായിരിക്കും? തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് അരുവി? അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആ പാറ യേശുവാണെങ്കിൽ ആ വെള്ളം ആരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. യേശുവിന്റെ പീഡാനുഭവം, കുരിശ് മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇത് കഴിഞ്ഞ് ഈ കാര്യങ്ങളുടെ യോഗ്യതകളാലാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത്. യേശു എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത് നമ്മുടെ യോഗ്യതകളാലല്ല, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സഹായകനെ ഞാൻ അപേക്ഷിക്കും. ഞാൻ അപേക്ഷിക്കാൻ യേശുവിന്റെ അതോറിറ്റി, യേശുവിന്റെ ക്രെഡിബിലിറ്റി, യേശുവിന്റെ യോഗ്യത എന്താണ്? തന്റെ പീഡാനുഭവം, തന്റെ കുരിശുമരണം, തന്റെ ഉത്ഥാനം, ഈ പീഡാസഹനങ്ങളുടെ രഹസ്യങ്ങളുടെ യോഗ്യതയാലാണ് ലോകത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ തന്റെ പീഡാനുഭവങ്ങളുടെ യോഗ്യതയാൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവാണ് ഈ പാറയിൽ നിന്നൊഴുകിയ ജലം. അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു? അടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, കുരിശിലേറ്റപ്പെട്ടു, കൊല്ലപ്പെട്ടു. എത്ര തവണ? ഒരു തവണ. രണ്ടാമതൊരിക്കൽ കൂടി. ഇനി പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നതിന് വീണ്ടും ഒരിക്കൽ കൂടി ഹെറോദിന്റെ കൊട്ടാരമുറ്റത്തേക്കും പീലാത്തോസിന്റെ പ്രത്തോറിയത്തിന്റെ മുറ്റത്തേക്കും യേശുവിനെ വലിച്ചിഴക്കേണ്ടതില്ല. യേശുവിന്റെ കരചരണങ്ങളിൽ ആണിയടിക്കേണ്ടതില്ല. അവന്റെ വിലാവ് കുത്തി തുറക്കേണ്ടതില്ല. അവന്റെ മുഖത്ത് കാരി തുപ്പേണ്ടതില്ല. അവന്റെ കരചരണങ്ങളിൽ ആണിയടിക്കേണ്ടതില്ല. അവനെ കൊല്ലേണ്ടതില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ചോദിച്ചാ മതി.